പ്രത്യേകിച്ച് അവൾ അവനെ എരിവ് കയറ്റിയ ആരോട് വേണമെങ്കിലും അവൻ ദേഷ്യപ്പെടും, ആരെ വേണമെങ്കിലും അവൻ കൈയും വെക്കും. ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആർക്കറിയാം, നിശ്ചയമോ കല്യാണമോ ഒക്കെ നടക്കുമ്പോ ആളുകളുടെ മുന്നിൽ വെച്ച് മമ്മിക്ക് നേരെ ഏട്ടൻ കൈ ഒങ്ങില്ലെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച മകൻ എന്ന പരിഗണന ഞാൻ അങ്ങോട്ട് മറക്കും. വെട്ടും ഞാൻ അവന്റെ കൈ. രഞ്ജിത്ത് വല്ലാതെ ഇറിറ്റേറ്റഡാ. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇടയിൽ ഹരിത ഉള്ളതുകൊണ്ടാ അവർ കുറച്ചെങ്കിലും ആശ്വസിക്കുന്നത്. അവള് സൂര്യ എതിർത്ത് നിൽക്കുന്നുണ്ടല്ലോ. ആ, അവളില്ല എന്റെ പ്രതീക്ഷ. ആന്റി, എന്തു പറ്റി? എന്താ എല്ലാരും മാറിയെന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ല മോളെ. എന്തോ ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ നടക്കുന്നത് കുടുംബത്തിന്റെ അഭിമാനത്തെ കുറിച്ചുള്ള ചർച്ചയാ. Am I right? സൂര്യയെ കുറിച്ചല്ലേ നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇത്രയും കാലത്ത് നിങ്ങളുടെ അനുഭവം വെച്ച് സൂര്യ നിങ്ങൾ പേടിക്കണം. സൂര്യ പേടിച്ചുകൊണ്ടേയിരിക്കണം. സൂര്യ പേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും സമാധാനമായിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. പക്ഷെ എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ഞാൻ ശരിക്കും പറഞ്ഞ സൂര്യ തേടി നടക്കുക. എന്തിന്? കാര്യമൊന്നുമില്ല. ഒതുങ്ങില്ല എന്നുള്ള തോന്നല് അവൻ ആദ്യമേ ഉണ്ടാക്കി കൊടുക്കണ്ടേ ആന്റി? പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മോഡേൺ ഡ്രസ് എടുക്കാനോ മറ്റോ പോയിട്ടുണ്ടല്ലോ. ഞാനൊന്ന് ചെന്ന് കാണട്ടെ തൊഴുത്തിലെ പശുവിന് മോഡേൺ ഡ്രസ് എങ്ങനെയാ എടുക്കുന്നേന്ന്. ഞാൻ പോയിട്ട് വരാം. ഇവളുടെ ചങ്കൂറ്റം സമ്മതിക്കണം. ഈ ലോകത്ത് വേറെ ആരെ കൊണ്ടും സൂര്യയോട് ഇങ്ങനെ മുട്ടി നിൽക്കാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം. ഏട്ടനെ കൈ വെക്കാതിരുന്നാ മതി. ഇവിടെ നോക്കാം. എന്ത് വേണം സർ? ഒന്ന് നോക്കട്ടെ. സൂപ്പർ. ഇതൊക്കെയാണോ? ആഹാ, വെരി ഗുഡ്. ഇത് എനിക്ക് നന്നായിട്ട് ചേർന്നുണ്ട്. നോക്ക്. അയ്യേ, ഇതിന് കൈയില്ല. ഇല്ല ഇല്ല മാഡം, ഇത് സ്ലീവ്ലെസ് ടൈപ്പാണ്. സാർ, എനിക്കിത് വേണ്ട. എടോ, എന്താടോ സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാ? എടോ, തനിക്ക് നല്ല ചേർച്ചയായിരിക്കും. നോക്ക് നന്ദിനി, താൻ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാ മാറ്റിയെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കഴുതയെ കുതിരയാക്കാൻ വലിയ ബുദ്ധിമുട്ടാ. കാക്കയെ നമുക്ക് വേണമെങ്കിൽ തത്തയാക്കാം. അതിന് പച്ച പെയിന്റ് വാങ്ങിച്ചാൽ മതി. അതേത് മണ്ടനെ കൊണ്ടും പറ്റും. പക്ഷെ ഇവൾക്കൊരു മാറ്റം ദൈവത്തിനെ കൊണ്ടുപോലും നടക്കില്ല. ഏയ്, എന്റെ ഭാര്യയുടെ സ്വകാര്യതയില് നീ എന്തിനാ ഇടപെടുന്നേ? വാട്ട്? നിങ്ങളുടെ സ്വകാര്യതയോ? ഇത് നിങ്ങളുടെ ബെഡ്റൂം ആണോ? വാതിലൊന്നും മുട്ടുക പോലും ചെയ്യാതെ ഞാൻ കയറി വന്നോ? സൂര്യ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ ആർക്ക് വേണമെങ്കിലും വരാം, പ്രത്യേകിച്ച് ലേഡീസിന്. ഇവിടെ ഏത് പെണ്ണിന് വരാലോ. പിന്നെ വേണമെങ്കിൽ എനിക്ക് സൂര്യയോട് ചോദിക്കാം, സൂര്യ എന്താ ഇവിടെന്ന്. പക്ഷേ ഞാനത് ചോദിക്കില്ല. അതെന്റെ മര്യാദ. എന്താ നീ സ്ലീവ്ലെസ് ഒന്നും ഇടില്ല? ഓ, നല്ല പെണ്ണാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ സ്ലീവ്ലെസ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഫാഷൻ ആണല്ലോ.
നീ എന്തിനാ അത് അന്വേഷിക്കുന്നത്? എന്റെ ഭാര്യയുടെ ഒരു കാര്യത്തിൽ നീ ഇടപെടുന്ന എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ സൂര്യ, ഞാൻ ഇടപെടും. കാരണം എന്താണെന്നറിയോ? നമ്മള് കസിൻസ് അല്ലേ. സൂര്യയുടെ ലൈഫിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എടി, എന്താ നിന്റെ ഉദ്ദേശം? കുറച്ചു മുമ്പേ നിന്റെ ഏട്ടനോട് ഞാൻ അല്പം നന്നായിട്ട് പെരുമാറിയായിരുന്നു. അത് ഇന്ന് വീട്ടിൽ ചെയ്ത എന്റെ ശമ്പളമാണ്. ചിലപ്പോ അതിന് പകരം വീട്ടണമെന്നൊക്കെ നിന്റെ മനസ്സിലുണ്ടായിരിക്കും. അതാണ് മോളുടെ ഈ വരവിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കില്ല മോളെ, നടക്കില്ല. ആങ്ങളെ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ചിലപ്പോ പെങ്ങളെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല സൂര്യ. രഞ്ജിത്തിന് നാണക്കേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരം രഞ്ജിത്ത് കണ്ടോളൂ. ഞാൻ വന്നതേ ഈ മനോഹരമായ കാഴ്ച കാണാൻ തന്നെ. തൊഴുത്തി കിടക്കുന്ന ഒരുത്തിയെ എന്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാനുള്ള ഒരുത്തന്റെ വെപ്രാളം ഉണ്ടല്ലോ, അതൊന്ന് നേരിട്ട് കാണാനാ. സർ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. തന്ത്രിയടോ, താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മാറി. അതെ മോളെ, മോളെ ഈ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? അതെ, ഈ പഴയ കാലത്തെ ചരിത്രം വേണമെന്നില്ല. ഇക്കാലത്തും ലോകം കീഴടക്കിയ സ്ത്രീകളെ പറ്റി വായിച്ചിട്ടുണ്ടോ? എടീ, അവരൊന്നും നീ പറയുന്ന പോലെ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ചവരല്ല. പരമദാരിദ്ര്യത്തിനോട് പടപൊരുതി വന്നവരാ. എടോ, സമൂഹം അവരെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതാ. നിന്നെപ്പോലെയുള്ള ഒരുത്തിയും ഒരു ചരിത്ര സൃഷ്ടിയും നടത്തിയിട്ടില്ല. മറിച്ച് നന്ദിനിയെ പോലെ മനുഷ്യരെ അറിയാവുന്ന, മനുഷ്യരെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ ചരിത്രം ഒരുപാട് കുറിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ അധികം വൈകാതെ നീ അവളെ കൊണ്ടൊരു ചരിത്രം എഴുതിക്കേ. ഏറ്റവും ചുരുങ്ങിയത് അവൾ അടുത്ത് കിടക്കുമ്പോഴുള്ള തൊഴുത്തിന്റെ മണമെങ്കിലും ഒന്ന് മാറട്ടെ. വെറും സ്വപ്നമാണ് സൂര്യ. എന്നെ പോലെയോ ഇന്ദ്രജ ചേച്ചിയെ പോലെയോ വേദയെ പോലെയോ ഇവളെ മാറ്റിയെടുക്കാനുള്ള വികൃതമായൊരു സ്വപ്നമാണ്. കുറച്ച് നല്ല ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്താലോ, ആഭരണങ്ങൾ വാങ്ങിക്കൊടുത്താലോ, കാറിൽ കൂടെ കൊണ്ടു നടന്നാലോ ഇവള് മാറുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നെവർ. ഇവക്കൊരു ചേഞ്ചും വരാൻ പോകുന്നില്ല. വീട്ടിനകത്തായാലും ഈ ടെക്സ്റ്റൈൽസിലായാലും ഇനി പുറത്തായാലും വേറെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയാലും ഇവള് വേലക്കാരി തന്നെയായിരിക്കും. നന്ദിനിക്ക് നീ പറഞ്ഞ പോലെ ഏറ്റവും താഴെ നിൽക്കാനും പറ്റും, ഏറ്റവും ഉയരങ്ങളിലേക്ക് മാറാനും പറ്റും. മനസ്സിലായോ? ഞാനതിന് കാത്തിരിക്കുക.